ഹലോ ഫ്രണ്ട്സ്, കഴിഞ്ഞ വീഡിയോയിൽ കണ്ടില്ലേ ഞാൻ ആഗോലി മേടിച്ച് ഫ്രിഡ്ജിൽ കയറ്റിയത്? ആ ആഗോലിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ ഇതൊന്ന് ശരിയാക്കി എടുക്കണ്ടേ. അപ്പോൾ നേരെ ഞാൻ മുറ്റത്തോട്ട് ഇറങ്ങിയിട്ടാ. അതിൽ കുറച്ച് ചിതമ്പലൊക്കെ ഉണ്ടാവുമല്ലോ. ആദ്യം തലയും ചിറകൊക്കെ കട്ട് ചെയ്തു. പക്ഷേ കഷ്ണാക്കാൻ നോക്കിയപ്പം കത്രിക ശരിയില്ല കേട്ടോ. പിന്നെ ഞാൻ കത്തി കൊണ്ടുവന്നു, കത്തിയും ശരിയില്ല. രണ്ട് കത്തിക്കും മൂർച്ചയില്ലാന്നേ. ഇനി കത്തിയൊക്കെ മേടിക്കണം. അപ്പോൾ നല്ലപോലെ ഞാൻ ഉപ്പിട്ടിട്ടൊക്കെ കഴുകി എടുക്കുന്നുണ്ട്. ഇനി സവാള മുറിക്കൽ ടാസ്ക്കാണ് കേട്ടോ. കണ്ണൊക്കെ നല്ലപോലെ നീറി വന്നപ്പോൾ ഞാൻ പുറത്തേക്ക് ഒറ്റ ചാട്ടം കൊടുത്തു കേട്ടോ. എന്നിട്ട് ഞാൻ അന്തരീക്ഷമൊക്കെ നോക്കിയപ്പോൾ നല്ല മഴക്കാറ്, മഴ പെയ്യോ ആവോ. എന്നിട്ട് നേരെ മീൻ പെരക്കണ്ടേ, മീൻ മസാല പെരക്കണ്ടേ എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ ഉപ്പും നാരങ്ങ നീരും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായി മസാല പിടിപ്പിക്കാൻ മാറ്റി വെച്ചു. അപ്പം നന്ന് മീൻ ബിരിയാണിയാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ പാത്രത്തിലേക്ക് 2 സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തത്. വെളിച്ചെണ്ണയ്ക്ക് തീ വിലയല്ലേ, അതുകൊണ്ട് വെളിച്ചെണ്ണ വേണ്ട ഇപ്പോൾ. അപ്പോൾ അതിലേക്ക് പട്ട, ഗ്രാമ്പ്, ഏലക്ക, പിന്നെ ബേ ലീഫൊക്കെ ഇട്ട് കൊടുത്തിട്ട് പൊട്ടിച്ചതിന് ശേഷം ഇത്തിരി സവാള ഇട്ടിട്ട് വഴറ്റണം. എന്നിട്ട് അരി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ് എന്ന വെള്ള രീതിയിലാണ് ഞാൻ ഒഴിച്ചെടുത്തത്. പിന്നെ കറിവേപ്പില, ക്യാരറ്റ് അങ്ങനെയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വേഗം മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മീൻ പൊരിക്കണമല്ലോ. ആഗോലി മീൻ നല്ല വെളിച്ചെണ്ണയിൽ തന്നെ അങ്ങ് പൊരിച്ചേക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ വെളിച്ചെണ്ണയിൽ പൊരിച്ചാൽ. അപ്പോൾ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. മീനൊക്കെ ഫ്രൈ ചെയ്തതിന് ശേഷം കുറച്ച് സവാള ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ചോറ്റിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു മണം ഉണ്ടാവട്ടെ. അതങ്ങ് മാറ്റിയതിന് ശേഷം മീൻ പൊരിച്ച എണ്ണയിലേക്ക് തന്നെ, വെളിച്ചെണ്ണയിലേക്ക് തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ഇട്ട് വഴറ്റിയതിന് ശേഷം ഒരു 4-5 സവാള കട്ടാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വഴന്നതിന് ശേഷം തക്കാളിയും കൂടി ചേർത്ത് സോഫ്റ്റ് ആക്കിയതിന് ശേഷം മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, എന്നിട്ട് നാരങ്ങ നീരൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ മസാല ഇളക്കിയെടുത്തതിന് ശേഷം കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. പുതിന ഇല ഉണ്ടെങ്കിൽ പുതിന ഇലയും കൂടി ചേർക്കാൻ എടുത്തില്ലായിരുന്നു. എന്നിട്ട് ആ മീനൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ അതൊന്ന് വെച്ച് കൊടുക്കാട്ടോ. ഒരു 10 മിനിറ്റ് അതിൻ്റെ മീനിൻ്റെ നീരൊക്കെ അതിൽ പിടിക്കണ്ടേ. വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ബിരിയാണി വിളമ്പിയിട്ട് മേശപ്പുറത്ത് വെച്ച് കൊടുത്തു. പിന്നെ ഇച്ചാക്ക് പോകാൻ തിരക്കായിട്ടുണ്ടായി. അപ്പോൾ പൈസയൊക്കെ അവിടെ എണ്ണിക്കൊണ്ട് നിൽക്കുകയാണ് കച്ചവടത്തിൻ്റെ. അപ്പോൾ മോന് സുഖമില്ല, ഇന്ന് സ്കൂൾ പോയിട്ടാ, പനിയാണ്, അവൻ ഷർട്ടിടാണ്ട് ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അപ്പം സൂപ്പർ ബിരിയാണി ആയിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഒന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ.